വചനദീപം. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസ് 6-ാം അധ്യായം 1 മുതൽ 11 വരെ. ഒരു ശബ്ബത്തിൽ അവൻ വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. പരീശന്മാരിൽ ചിലർ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ എന്നുത്തരം പറഞ്ഞു. മനുഷ്യപുത്രൻ ശബ്ബത്തിനും കർത്താവാകുന്നു എന്നും അവരോട് പറഞ്ഞു. മറ്റൊരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ വലങ്കൈ വരണ്ടുള്ളൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. ശാസ്ത്രിമാരും പരീശന്മാരും അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവൻ ശബ്ബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ വരണ്ട കൈയുള്ള മനുഷ്യനോട്, എഴുന്നേറ്റ് നടുവിൽ നിൽക്ക എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു. യേശു അവരോട്, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ശബ്ബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുകയോ, ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ, ഏത് വിഹിതം എന്ന് പറഞ്ഞു. അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട്, കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവന്റെ കൈക്ക് സൗഖ്യം വന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ലൂക്കോസ് വളരെ ശ്രദ്ധിച്ച് ക്രമമായി യേശുവിൻ്റെ ജീവചരിത്രം എഴുതിയിരിക്കുന്നു. താൻ തെരഞ്ഞെടുത്ത സംഭവങ്ങൾക്ക് ഒരു പ്രത്യേക ക്രമമുണ്ട്. 6-ാം അധ്യായത്തിൽ ഇപ്പോൾ നാം 2 സംഭവങ്ങൾ വായിച്ചു. ഈ 2 സംഭവങ്ങൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇത് രണ്ടും സംഭവിച്ചത് ഒരു ശബ്ബത്ത് ദിവസമാണ്. ഈ ശബ്ബത്ത് ദിവസം യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്ത ഒരു കാര്യവും യേശു ചെയ്ത ഒരു കാര്യവുമാണ് ഈ ഭാഗത്ത് നാം വായിച്ചത്. ശബ്ബത്തിൽ യേശു വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. പരീശന്മാർ ചിലർ, ഇത് ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. നാം ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതിലെന്താണ് ഇത്ര വലിയ കാര്യം? ഇവരെന്തിനാണ് ഇത്ര വലിയ പ്രശ്നമുണ്ടാക്കുന്നത്? അത് മനസ്സിലാക്കണമെങ്കിൽ യഹൂദന്മാർ ആ കാലത്ത് ശബ്ബത്തിനെക്കുറിച്ച്, പ്രത്യേകിച്ച് പരീശന്മാർ ശബ്ബത്തിനെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഈ സംഭവം നടക്കുമ്പോൾ റോമൻ ഗവൺമെന്റാണ് യഹൂദന്മാരെ ഭരിക്കുന്നത്. യഹൂദന്മാർ അടിമകളാണ്. പരീശന്മാർ എന്ന വിഭാഗം, അതായത് ദൈവവചനം അക്ഷരികമായി അനുസരിക്കണം, ന്യായപ്രമാണം മുഴുവൻ അനുസരിക്കണം എന്ന് വിശ്വസിക്കുകയും അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്ന കൂട്ടർ. അവർ പറയുന്നത്, ഇസ്രായേൽ മക്കൾ എല്ലാവരും പൂർണ്ണമായി ന്യായപ്രമാണം അനുസരിച്ച് കഴിയുമ്പോൾ ദൈവരാജ്യം വരും, ദൈവം അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്നാണ്. അതുകൊണ്ട് എല്ലാവരോടും ന്യായപ്രമാണം അനുസരിക്കുവാൻ വേണ്ടി അനുശാസിക്കുന്നവരാണ് പരീശന്മാർ. അങ്ങനെ ചെയ്യുമ്പോൾ ന്യായപ്രമാണത്തിലെ പല കാര്യങ്ങളെയും അവർ വ്യാഖ്യാനിക്കും. അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശ വിഷയമാണ് ശബ്ബത്ത്. അതായത് 7-ാമത്തെ ദിവസം ഇസ്രായേൽ മക്കൾ ആരും ജോലി ചെയ്യരുത്. അവർക്ക് നടക്കാവുന്ന ദൂരത്തിന് പരിധിയുണ്ട്, കുടിക്കാവുന്ന ഗ്ലാസ്സിൽ വെള്ളമെടുക്കുന്നതിന് പരിധിയുണ്ട്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഈ ശബ്ബത്ത് അനുസരണത്തിന് വേണ്ടി അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യായപ്രമാണത്തിൽ അതൊന്നുമില്ല, അതൊക്കെ മനുഷ്യർ കൂട്ടിച്ചേർത്തതാണ്. ശബ്ബത്തിൽ ആരെങ്കിലും കിടക്കെടുത്ത് നടന്നാൽ അതിൻ്റെ പേരിൽ അവർ വഴക്കുണ്ടാക്കും. നമുക്ക് ആ സംഭവം യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ കഴിയും. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു വിളഭൂമിയിൽ കൂടി കടന്നു പോവുകയാണ്. ഒരു പക്ഷേ ചോളം വിളഞ്ഞു നിൽക്കുന്ന വിളഭൂമി ആയിരുന്നിരിക്കാം. അതിൽ കൂടെ നടന്നു പോയപ്പോൾ അവർക്ക് വിശന്നു. അപ്പോൾ കുറച്ച് ചോളം അവർ കൈകൊണ്ട് ഒടിച്ചെടുത്ത് കൈകൊണ്ട് തിരുമ്മി
അത് അവർ ഭക്ഷിച്ചു. വിശന്നിട്ടാണത് ചെയ്തത്. ശബത്തിൽ ഇത് വിഹിതമല്ല എന്നാണ് പരീശന്മാർ പറയുന്നത്. ഇത് കേട്ടാൽ തോന്നും ശബത്തിൽ പരീശന്മാർ ഭക്ഷണം കഴിക്കുകയില്ലെന്ന്. അതല്ല കാര്യം. ശബത്തിൽ അവർ ഭക്ഷണം കഴിക്കും. യേശു തന്നെ പറഞ്ഞു അവർക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. എന്നാൽ ഇവിടെ ശിഷ്യന്മാരെ അവർ അക്യൂസ് ചെയ്യുന്നത്, അവരെ കുറ്റം പറയുന്നത് അവർ ഭക്ഷണം കഴിച്ചു എന്നുള്ളതിനല്ല. വിളഭൂമിയിൽ നിന്ന് കതിര് പറിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർ കൊയ്തു എന്നാണ്. കൈകൊണ്ട് തിരുമ്മി പതിർ മാറ്റി എന്ന് പറഞ്ഞാൽ പതിര് മാറ്റുന്ന ജോലി അവർ ചെയ്തു എന്നാണ്. പിന്നെ അത് ഭക്ഷണമാക്കി മാറ്റി, ഭക്ഷണം പാകം ചെയ്തു, പിന്നെ അവർ കഴിച്ചു. അപ്പോൾ ഈ ശബത്തിൽ അവർ കൊയ്ത്തും മെതിയും നടത്തിയെന്നാണ് പരീശന്മാർ പറയുന്നത്. ശബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം എന്തുകൊണ്ടാണ് ഇവർ ഈ നിയമത്തെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? എന്താണ് അവരുടെ ഉദ്ദേശം? ആളുകൾ നിയമം അനുസരിക്കുക എന്നുള്ളതല്ല അവരുടെ ഉദ്ദേശം, മറിച്ച് എങ്ങനെ ആളുകളെ കുറ്റം പറയാം എന്നതാണ് അവരുടെ ഉദ്ദേശം. ശനിയാഴ്ച എന്തെങ്കിലും ഒരു ജോലി ആരെങ്കിലും ചെയ്തുന്നുണ്ടോ എന്ന് നോക്കിയാണ് അവർ ജീവിക്കുന്നത്. ഇത് മാത്രമാണ് അവരുടെ ജോലി. വാസ്തവത്തിൽ ഈ ഭാഗം നാം ശ്രദ്ധിച്ചു വായിച്ചാൽ ശിഷ്യന്മാർ തെറ്റായ ഒരു കാര്യവും ചെയ്തില്ല. ന്യായപ്രമാണത്തിൽ പറയുന്നത് നിങ്ങൾ വിളഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ, വിളഭൂമിയിൽ കൂടിയോ മുന്തിരിത്തോട്ടത്തിലൂടെയോ അത്തിപ്പഴത്തിൻ്റെ ചുവട്ടിൽ കൂടിയോ ഒക്കെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആരുടെ പറമ്പാണെങ്കിലും നിങ്ങൾക്ക് പറിച്ചു തിന്നാം. പക്ഷേ അതൊരു സഞ്ചിയിൽ ഇട്ടുകൊണ്ട് പോരുന്നേ ഉള്ളൂ. വിശപ്പിന് എവിടെ വെച്ച് മാർഗം ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ന്യായപ്രമാണം നൽകിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനുഷ്യനാണ് പ്രാധാന്യം, നിയമത്തിനല്ല. എന്നാൽ ഈ നിയമം അനുസരിക്കുവാൻ വേണ്ടി മാത്രം ഇത്രയധികം ഉത്സാഹിക്കുന്ന പരീശന്മാർ മനുഷ്യന് വില കൊടുക്കുന്നില്ല. മനുഷ്യൻ വിശന്ന് ചത്താലും ഞങ്ങളുടെ ഈ ശബത്താചരണം അതിനൊരു കുറവും വരരുത്, അത് കൃത്യമായി നടക്കണം. ഇതായിരുന്നു അവരുടെ മനോഭാവം. അവർ നിയമം കൊണ്ട് മനുഷ്യരെ ഉപദ്രവിക്കുവാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. ഇങ്ങനെ നിയമങ്ങൾ കണിശമായി ആചരിക്കുന്നതിനെക്കുറിച്ച് പലരും വിചാരിക്കുന്നത് പഴയ നിയമത്തിലൊന്നും പറഞ്ഞിട്ടില്ലെന്നാണ്. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ ദൈവം ഇത്തരം കാര്യങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം. ഹോശേയ പ്രവചനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പ്രവാചകങ്ങളിലൂടെ ദൈവം പറയുകയാണ്, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. അപ്പോൾ ഈ മതത്തിൻ്റെതായ ചടങ്ങുകൾ മനുഷ്യൻ ചെയ്യണം എന്നതിനേക്കാൾ ഉപരി മനുഷ്യന് കരുണയുണ്ടായിരിക്കണം, മറ്റുള്ളവരോട് സഹതാപമുണ്ടായിരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. ശബത്ത് എന്തിനാണ് ദൈവം നൽകിയത്? ചില ആളുകൾ പറയുന്നത് ആദാമിനെ സൃഷ്ടിച്ച അന്ന് മുതൽ ശബത്താചരണം ഉണ്ടെന്നാണ്. ബൈബിളിൽ അതിന് തെളിവില്ല. അബ്രഹാമോ ഇസഹാക്കോ യാക്കോബോ യോസെഫോ ഗോത്രപിതാക്കന്മാരൊന്നും ശബത്ത് ആചരിച്ചിട്ടില്ല. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ശബത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. കാരണം ഉൽപ്പത്തി പുസ്തകം എഴുതിയത് മോശയാണ്, ആദാമല്ല, മോശയാണ്. മോശ ഈ ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ 5 പുസ്തകങ്ങൾ എഴുതിയത് ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പോന്നതിന് ശേഷം, ന്യായപ്രമാണം ലഭിച്ചതിന് ശേഷം. അപ്പോൾ താൻ ഉൽപ്പത്തി പുസ്തകം എഴുതുമ്പോൾ വർഷങ്ങൾക്ക് ശേഷം നൽകിയ ശബത്ത് കൽപ്പനയുടെ അടിസ്ഥാനം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു. 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. അതുപോലെ മനുഷ്യർക്കും ദൈവം ഒരു അവധി ദിവസം നൽകിയിരിക്കുന്നു. പക്ഷേ ശബത്തിന്റെ കൽപ്പനയോട് കൂടെ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ശബത്ത് ആചരിക്കണം, നിങ്ങൾ ജോലിയൊന്നും ചെയ്യരുത്. ആ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ വേലക്കാരനെ കൊണ്ട്, നിങ്ങളുടെ അടിമയെ കൊണ്ടും ശബത്ത് ദിവസം വേല ചെയ്യിക്കരുത്. എന്ന് വെച്ചാൽ ഒരു ദിവസം നിന്റെ അടിമയ്ക്കും നീ അവധി കൊടുക്കണം, അവനും സ്വസ്ഥത വേണം, അവനും ഒരു ദിവസം വിശ്രമിക്കണം.
ഇതാണ് ദൈവം ശബത്ത് ആചരിപ്പാൻ കൊടുത്തതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇസ്രായേൽ മക്കൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇത് വെറും ഒരു ആചാരമായി മാറ്റി, മതപരമായ ഒരു ചടങ്ങ് മാത്രമാക്കി അവർ മാറ്റി. അതിനെ യെശയ്യാ വിമർശിക്കുന്നുണ്ട്. ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 58 അധ്യായം അതിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുക. എങ്കിലും അവർ എന്നെ ദിനംപ്രതി അന്വേഷിച്ച് എന്റെ വഴികളെ അറിവാൻ ഇച്ഛിക്കുന്നു. നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതിരിക്കുകയും ചെയ്തൊരു ജാതിയെപ്പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോട് അടുപ്പാൻ വാഞ്ചിക്കുന്നു. ഞങ്ങൾ നോമ്പ് നോൽക്കുന്നത് നീ നോക്കാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നതെന്ത്? ഇതാ, നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാദികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ? തലയെ വേഴത്തെപ്പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീറും വിരിച്ച് കിടക്കുക. ഇതാകുന്നോ ഉപവാസം? ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കിക്കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതുമല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സുപോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. നീ നിലവിളിക്കും, ഞാൻ വരുന്നു എന്ന് അവൻ അരുളിച്ചെയ്യും. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവരോട് നീ താൽപര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിലുദിക്കും, നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെയാകും. ഇവിടെ ദൈവം പറയുന്നു, വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കണം, നഗ്നനെ ഉടുപ്പിക്കണം, വീടില്ലാത്തവന് വീട് കൊടുക്കണം. അതാണ് മതപരമായ ചടങ്ങുകളെക്കാൾ ദൈവത്തിന് പ്രസാദം. ഇവിടെ പരീശന്മാർ ചെയ്യുന്നതോ? വിശന്ന ആളുകൾ ഭക്ഷണം കഴിച്ചതിന് കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. ഇതിന് യേശു നൽകിയ മറുപടി, ദാവീദ് തനിക്ക് കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തതെന്ത്? അവർ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എന്ന് വെച്ചാൽ പരീശന്മാർ വായിച്ചിട്ടുള്ള കാര്യമാണ്. ദാവീദ് പുരോഹിതന്റെ അടുത്ത് ചെന്ന് ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശയിലിരിക്കുന്ന അപ്പം മാത്രമേ ഉള്ളൂ. ഈ അപ്പം 7 ദിവസം കഴിഞ്ഞ് അത് അവിടെ നിന്ന് മാറ്റും. അവിടെ നിന്ന് മാറ്റുമ്പോൾ അത് പുരോഹിതൻ മാത്രമേ കഴിക്കാവൂ, അല്ലെങ്കിൽ ലേവ്യർ മാത്രമേ കഴിക്കാവൂ എന്നാണ് നിഷ്കർഷ. എന്നാൽ പുരോഹിതൻ പറഞ്ഞു, ആ അപ്പമല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല. ദാവീദും കൂടെയുള്ളവരും അത് കഴിച്ചു. അത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പം എന്തിനു വേണ്ടിയാണ്? ഭക്ഷിക്കാൻ വേണ്ടിയാണ്. അത് വിശക്കുന്നവന് ആ പുരോഹിതൻ കൊടുത്തു. അതിലൊരു തെറ്റുമില്ല. എന്നിട്ട് യേശു പറഞ്ഞു, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ഈ സംഭവം, അതായത് ശിഷ്യന്മാർ കതിർ പറിച്ച് തിന്നത്, യേശു താൻ ആരാണെന്ന് പരീശന്മാർക്ക് തെളിയിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇതിനു മുമ്പ് നാം അത് വായിച്ചു. തന്റെ അത്ഭുതങ്ങൾ താൻ ആരാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ യേശു പറയുന്നു, ഞാൻ ശബത്തിനും കർത്താവ്. എന്ന് വെച്ചാൽ ശബത്താചരണം വേണമെന്ന് കൽപ്പിച്ചത് ഞാനാണ്. അതെങ്ങനെ വേണം, എങ്ങനെ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എനിക്കുണ്ട് എന്നാണ് യേശു അവരോട് പറഞ്ഞത്. ലൂക്കോസ് മറ്റൊരു ശബത്ത് ദിവസം നടന്ന കാര്യം കൂടി ഇതേ അധ്യായത്തിൽ പറയുന്നു. അവിടെ താൻ ഒരു പള്ളിയിൽ ഉപദേശിക്കുകയാണ്. അവിടെ വലങ്കൈ വരണ്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇവിടെ പരീശന്മാർക്ക്
യേശുവിനെക്കുറിച്ച് പല കാര്യങ്ങൾ ഇതിനോടകം മനസ്സിലായി കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ യേശുവിനെ സൂക്ഷിച്ച് നോക്കുകയാണ്. കുറ്റം കണ്ടുപിടിക്കുവാൻ യേശുവിനെ നോക്കുന്നു. അവർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? യേശു ശബത്തിൽ ഈ കൈ വരണ്ട മനുഷ്യനെ സൗഖ്യമാക്കുമോ ഇല്ലയോ? യേശുവിനെ കുറ്റം കണ്ടുപിടിച്ച് അവനെ ഉപദ്രവിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പരീശന്മാർ വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയട്ടെ. യേശുവിന് സൗഖ്യം നൽകാൻ കഴിയുമെന്ന് അവർ വിശ്വസിച്ചു. ലോക ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരാൾ സൗഖ്യം നൽകിയിട്ടില്ല. അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് രോഗിയായ ഈ മനുഷ്യന് യേശു സൗഖ്യം നൽകാൻ പോവുകയാണ്. യേശുവിന് സൗഖ്യം നൽകാൻ കഴിയും, അതിനുള്ള ശക്തി യേശുവിനുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ടാണല്ലോ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവർ നോക്കിയത്. പക്ഷേ യേശുവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച അവർ യേശുവിനെ എങ്ങനെ ഉപദ്രവിക്കാമെന്നാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. വളരെ വിരോധാഭാസമായി നമുക്ക് തോന്നും. യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവർ തന്നെയാണ് യേശുവിനെ കുറ്റം കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അവർ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ യേശു ആ മനുഷ്യനെ വിളിച്ചൊരു മൂലയിൽ കൊണ്ടുപോയി അവർ കാണാതെ സൗഖ്യം കൊടുക്കുകയല്ല ചെയ്തത്. യേശു പള്ളിയിൽ ആ മനുഷ്യനോട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എല്ലാവരും കാണുകെ, പള്ളിയിലുള്ള എല്ലാവരും കാണുകെ യേശു ആ മനുഷ്യനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിൽക്കുക. അവൻ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് താൻ ചോദിക്കുകയാണ്, ശബത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് പറഞ്ഞു. നാം യെശയ്യാപ്രവചനത്തിൽ വായിച്ചു, ബന്ധനസ്ഥരായിരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുക, ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ വിടുവിക്കുക, സ്വാതന്ത്ര്യം നൽകുക. അതാണ് ഒരു ശബത്തിൽ ചെയ്യേണ്ടത്. ഇവിടെ വലത്തെ കൈ ബന്ധനത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. തൻ്റെ ആ കൈ തനിക്ക് ഇതുവരെ ഒരു ഉപയോഗവുമില്ലാത്തതായിരുന്നു. എന്നാൽ ഇന്ന് ആ കൈക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ കൈ കൊണ്ട് ജോലി ചെയ്ത് ഇനി അവന് ജീവിക്കാം. യേശു ചോദിക്കുന്നു, ശബത്തിൽ നന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏത് വിഹിതം? യേശു അവനെ സൗഖ്യമാക്കിയില്ലെങ്കിൽ സൗഖ്യമാക്കാൻ ശക്തിയുള്ള യേശു അവൻ്റെ ജീവിതത്തെ നശിപ്പിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. യേശു പറഞ്ഞു, നിങ്ങൾക്കെന്ത് തോന്നുന്നു? മർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്, ഇത് കേട്ടിട്ട് അവർ മിണ്ടാതെയിരുന്നു, അവരുടെ ഹൃദയ കാഠിന്യ നിമിത്തം. യേശുവിന് സൗഖ്യമാക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അവർ മിണ്ടാതിരുന്നു. ചുറ്റുമുള്ളവരെ നോക്കിയിട്ട് യേശു ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. അവൻ്റെ കൈക്ക് സൗഖ്യം വന്നു. യേശു താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു സംഭവമാണിത്. പള്ളിയിലുള്ള പരീശന്മാർ, മതഭക്തരായ ആളുകൾ, അവരുടെയൊക്കെ ചിന്താഗതിക്ക് വിപരീതമായി ശബത്തിൽ എല്ലാവരുടെ മുമ്പിൽ ഈ കൈ വരേണ്ട മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു നിർത്തി, മനുഷ്യ ശരീരത്തിൻ്റെ മേൽ എനിക്ക് അധികാരമുണ്ടെന്ന് ആ പള്ളിയിലുള്ള എല്ലാവർക്കും താൻ ബോധ്യപ്പെടുത്തി. പക്ഷെ അതുകൊണ്ട് അവർ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. ഇതാണ് ഏറ്റവും അതിശയകരമായ കാര്യം, മനുഷ്യന്റെ ഹൃദയകാഠിന്യം. അനേക വർഷങ്ങൾ ഈ മനുഷ്യൻ ആ പള്ളിയിൽ വന്നു, വരണ്ട കൈയുമായി. ആർക്കും സൗഖ്യം നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് ആ മനുഷ്യന് സൗഖ്യം ലഭിച്ചു. സൗഖ്യം ലഭിച്ച കാര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് പകരം സൗഖ്യം നൽകിയ ദൈവപുത്രനായ യേശുവിനെ എന്ത് ചെയ്യണം എന്ന് ഭ്രാന്ത് നിറഞ്ഞവരായി അവർ ആലോചന കഴിച്ചു എന്നാണ് ലൂക്കോസ് പറയുന്നത്. വാസ്തവത്തിൽ ഇതാണ് ഭ്രാന്ത്. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല അവർ ചെയ്യുന്നത്. സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്കിയാൽ ഇവിടെ ഇതാ വലിയൊരു അത്ഭുതം നടന്നിരിക്കുകയാണ്. ഒരിക്കലും തൻ്റെ വലത്തെ കൈ ഉപയോഗിക്കാൻ കഴിയാതിരുന്ന ഒരു മനുഷ്യൻ്റെ കൈക്ക് സൗഖ്യം നൽകി. സാമാന്യ ബുദ്ധി അനുസരിച്ച് ഈ സൗഖ്യം നൽകിയ ആൾ ദൈവം അയച്ച ആളാണെന്നും ദൈവമാണ് ഈ അത്ഭുതം ചെയ്തതെന്നും വിചാരിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഭ്രാന്ത് നിറഞ്ഞ മനുഷ്യർ, അവർ പറയുന്നു, ഈ സൗഖ്യം കൊടുത്ത യേശുവിനെ എങ്ങനെ ഇല്ലാതാക്കാം?
ഇവർ ചെയ്യുന്നത് എന്താണ്? 10 കൽപ്പനയിലെ ഒരു കൽപ്പനയാണ് ശബത്ത് ആചരിക്കുക എന്നുള്ളത്. കുല ചെയ്യരുത് എന്നുള്ളത് മറ്റൊരു കൽപ്പനയാണ്. ഒരു കൽപ്പന അനുസരിക്കാൻ വേണ്ടി വേറെ 1 or 2 കൽപ്പന ലംഘിക്കുന്നു. കാരണം എന്താണ്? നിയമം അവർക്കറിയാം, പക്ഷേ നിയമം കൊടുത്ത ദൈവത്തെ അവർക്ക് അറിഞ്ഞുകൂടാ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നാം ആളുകളെ വിധിക്കും. നാം ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാത്തവർ, നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാത്തവർ, അവരൊക്കെ പാപികളാണ്, ദൈവത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് നാം വിധി എഴുതും. പക്ഷേ നാം നിഷ്പക്ഷമായി ചിന്തിച്ചാൽ അത് ശരിയല്ല. കാരണം ദൈവം മനുഷ്യർക്ക് വേണ്ടി ചിന്തിക്കുന്നവനാണ്. ദൈവം മനുഷ്യരോട് കരുണ കാണിക്കുന്നവനാണ്. വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നവനാണ് ദൈവം. രോഗിക്ക് സൗഖ്യവും ആശ്വാസവും നൽകുന്നവനാണ് ദൈവം. ദൈവം നിയമങ്ങൾ നൽകിയത് മനുഷ്യന് വേണ്ടിയാണ്, അല്ലാതെ മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല. ക്രിസ്തീയ ഗോളത്തിലും അനേക നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊന്നും തെറ്റാണ് എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഈ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നാം മനുഷ്യരെ വിധിക്കേണ്ടത്. മറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ മനോഭാവം ഉണ്ടായിരിക്കണം. ആ നിലയിൽ മനുഷ്യരെ കാണുവാൻ നമുക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഈ പരീശന്മാരെ പോലെ നമ്മളും